സൈറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓരോ ലേബറും ഒരു കറക്റ്റ് അളവില്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സാൻഡും സിമെന്റും എടുത്ത് മിക്സ് ചെയ്യുന്നത്. ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ഇല്ലാതെ വോളിമെട്രിക്കലി നമ്മൾ റോ മെറ്റീരിയൽസ് ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്ററിംഗിൽ പല ഡിഫക്ട്സും വരാനുള്ള ചാൻസസ് ഉണ്ട്. ക്രാക്സ് പോലുള്ള മെയിൻ ഡിഫക്റ്റ് ഇതുപോലുള്ള ഇംപ്രോപ്പർ മിക്സിങ്ങിന്റെയും പുവർ ആയിട്ടുള്ള അദഷന്റെയും റിസൾട്ട് ആണ്. പ്ലാസ്റ്റർ മിക്സിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതുപോലൊരു വെയ്മെന്റ് സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും ഇതുപോലെ റോ മെറ്റീരിയൽസ് എടുത്ത് വെയ് ചെയ്ത് മിക്സ് ചെയ്യാന്നുള്ളത് സൈറ്റിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് റെഡിമിക്സ് പ്ലാസ്റ്ററിന്റെ റെലവൻസ് ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്നത്. ഇത് PJ Maxxന്റെ എക്സ്പ്രസ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡിമിക്സ് പ്ലാസ്റ്റർ ആണ്. ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ഫാക്ടറിക്കകത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ മിക്സിങ്ങിൽ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് തീരെയില്ല. റെഡിമിക്സ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് വാട്ടർ മാത്രം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സുകൾ വലിയൊരു പരിധി വരെ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും.